ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇസൈലം ലേണിംഗ്. മക്കളെ കണ്ടല്ലോ, ഓണം എക്സാം അടുത്തെത്തി. ഇനി വെറും ഒരാഴ്ച മാത്രം. അപ്പൊ ഇങ്ങനെ വായ വിളിച്ചിരിക്കാതെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരാഴ്ച ശരിയായ രീതിയിൽ റിഗ്രറ്റ് ആവാതെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പഠിച്ചു തീർക്കുക കേട്ടോ. അല്ലെങ്കിൽ എക്സാം ഒക്കെ തുടങ്ങുമ്പോഴായിരിക്കും നമുക്കൊരു ചിന്ത വരും, അയ്യോ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, ആ സമയത്തെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ അത് തോന്നാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. ആൻഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. എല്ലാവരും ഭയങ്കര എന്തോ സംഭവമായിട്ടാണ് ഈ ചാപ്റ്ററിന് കണ്ടിട്ടുള്ളത്. കാരണം അതിലെന്താ കുറെ ഗ്രാഫ് ഉണ്ട്, കുറെ കടിച്ചാ പൊട്ടാത്ത കുറെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലെന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ സെറ്റാക്കി തരുന്നത് എങ്ങനെയാണ് ഒരു ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ ഇന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ഗ്രാഫ് വരച്ചോ എന്നാരും നമ്മളോട് പറയൂല. നമുക്കിതാ ഇതുപോലെ അളവുകൾ തരും, സമയം, സ്ഥാനം, അല്ലെ. അപ്പം വായിച്ചു നോക്കിയോ ക്വസ്റ്റ്യൻ. ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ അല്ലെ, ഒരു ഒബ്ജക്റ്റിന്റെ ഡിഫറെന്റ് ടൈമിലുള്ള അല്ലെ പൊസിഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടൈമും ഉണ്ട്, പൊസിഷനും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വരയ്ക്കേണ്ടത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്, സ്ഥാന സമയ ഗ്രാഫാണ്. ആകെ രണ്ട് ഗ്രാഫുകളെ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫും. ഇത് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പൊ നമ്മൾ എക്സും വൈയും ആക്സിസുകൾ വരക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സ്ഥാന സമയ ഗ്രാഫ് വരയ്ക്കുന്നതിനുള്ള സ്കെയിൽ വരയ്ക്കുക, സ്കെയിൽ എഴുതുക. അടുത്ത ചോദ്യമാണ് ഗ്രാഫ് വരയ്ക്കുക. അടുത്ത ചോദ്യമാണ് ഈ ഗ്രാഫിനെ വിശകലനം ചെയ്ത് അല്ലെങ്കിൽ ഈ ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിയിട്ട് അതെന്താണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരിക കേട്ടോ. ഇപ്പൊ ഇതിന് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടല്ലോ. ആദ്യം ഈ സ്കെയിൽ എഴുതാന്ന് പറയും, അതിന് 1 മാർക്ക് ഉണ്ട്. വരക്കുന്നതിന് വെറും 2 മാർക്കേ ഉള്ളൂ അല്ലെ. അപ്പൊ വരക്കുന്നത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്താണ്? വരച്ച ചിത്രത്തെ കുറിച്ച് ഒരു ഐഡിയ പറയാൻ, അതിന് വീണ്ടും 1 മാർക്ക്. അങ്ങനെ ആകെ മൊത്തം ടോട്ടല് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതായത് നമ്മളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ ഈ ഗ്രാഫ് വരക്കുന്ന ക്വസ്റ്റ്യൻ വരാറ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഗ്രാഫ് പേപ്പറും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടാവും ലാസ്റ്റ് പേജിൽ. ഓക്കെ, അപ്പൊ നമ്മളിത് വരക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ കയ്യിൽ വരക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് നമുക്കറിയാം, സ്ഥാന സമയ ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പം ഗ്രാഫ് കിട്ടിയ ആദ്യം നമ്മൾ മന്ദടിച്ച് നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനിപ്പോ ആർക്കും പ്രശ്നമില്ലല്ലോ അല്ലെ. ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു വരട് വരച്ചു കൊടുക്കുക. ഗ്രാഫ് പേപ്പർ നമുക്ക് ഫ്രീ ആണ് ഏറ്റവും മോറെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മളുടെ വൈ ആക്സിസ്. ഇതറിയാത്ത ഒരു കുട്ടി കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ് എഴുതേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. എപ്പോഴും മനസ്സിലാക്കണം, എക്സ് ആക്സിസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമാണ് കൊടുക്കാം, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സ് ആക്സിസിൽ ടൈമിനെ കൊടുക്കണം. എക്സ് ആക്സിസിൽ എന്താ കൊടുക്കേണ്ടതെടാ? ടൈം കൊടുക്കുക. എക്സ് ആക്സിസിൽ ടൈം കൊടുക്കുക. വൈ ആക്സിസിൽ മറ്റേ ആളിനെ കൊടുക്കുക. അപ്പൊ ഇവിടെ ആരാണ്? പൊസിഷൻ ആണ് അല്ലെ. പൊസിഷൻ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാനമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് സെറ്റായി. ഇനി നമ്മൾ വരയ്ക്കണം അല്ലെ. അപ്പൊ അതിന് മുന്നേ ഫസ്റ്റ് ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഇതിനുള്ള സ്കെയിൽ എഴുതുക, തോത് എഴുതുക. ചില കുട്ടികള് ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷ അന്നേകാരം കണ്ടത് എന്തത് സംഭവം എന്നൊക്കെ ആലോചിച്ചിരിക്കും. ഇതെന്തായാലും നിങ്ങളോട് ചോദിക്കും. ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ ആ സൈഡിൽ ഇത് എഴുതി കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. അതിനും കൂടിയാണ് നിങ്ങളെ മാർക്ക്. ഗ്രാഫ് വരച്ചാല് ഫുൾ മാർക്ക് നിങ്ങൾക്ക് തരില്ല ഇത് എഴുതിയിട്ടില്ലെങ്കിൽ കേട്ടോ. ഇത് ചോദിക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ, പക്ഷെ എന്നാലും നമ്മൾ നിർബന്ധമായിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ ഇതാ എഴുതാൻ പോവാണ് സ്കെയില്. സ്കെയില് ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. സ്കെയില് അല്ലെ, അങ്ങനെ ഒരു ഹെഡിങ് എഴുതി കൊടുക്കാം. മലയാളം മീഡിയം ആണെങ്കിൽ തോത് എന്ന് എഴുതിക്കോ, നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമ്മളോട് എന്താ അത് ഉദ്ദേശിച്ചതെന്ന് അറിയോ? നമ്മുടെ ഗ്രാഫ് ഒന്നും അറിയാത്ത ഒരാൾ കാണുമ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവണ്ടേ? അയാൾ വെറുതെ എന്താ ടൈം പൊസിഷൻ അങ്ങനെ നോക്കുന്നതിന് പകരം അയാളോട് നമ്മൾ ഗ്രാഫിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാളോട് പറയും എക്സ് ആക്സിസ് ഉണ്ട്, ഇതിനെന്തുണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇത് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ എഴുതി കൊടുക്കുകയാണ് എക്സ് ആക്സിസിൽ ഞാൻ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ എക്സ് ആക്സിസിൽ ഞാൻ സമയമാണ് കൊടുത്തിട്ടുള്ളത്. അതാ ഞാൻ വൈ ആക്സിസിൽ ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത്? പൊസിഷൻ. മലയാളം മീഡിയം കുട്ടികൾ ആ രീതിയിൽ എഴുതണം കേട്ടോ. ഞാൻ പറഞ്ഞു അയാളോട് വൈ ആക്സിസിൽ ഞാൻ പൊസിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ അടുത്ത സ്റ്റെപ്പാണ്
ഇനി നമ്മൾ എഴുതണം ഓരോ കള്ളിയും എന്താന്ന് സൂചിപ്പിക്കുന്നത്. എക്സ് ആക്സിസിലെ ഓരോ കള്ളിയും ഓരോ കള്ളിയും എന്താണ്, എക്സ് ആക്സിസിലെ ഓരോ കള്ളിയും എന്താണ് എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പോകണം. എങ്ങോട്ട് പോകണം, ഈ ഒരു വിവരത്തിലോട്ട് പോകണം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 0 അല്ലെ, സമയം നോക്ക് 0, 0, 2, 4, 6 അല്ലെ, ഇവരുടെ ഇടവിട്ട് നോക്ക്, ഇവരുടെ ഡിഫറൻസ് 2, 2, 2, 2 ഡിഫറൻസിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുത്താൽ പോരെ, നമുക്ക് 0, 2, 4, 6 അങ്ങനെ വരച്ചു കൊടുക്കാണ് കേട്ടോ. ഇപ്പൊ ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 2, 4, 6, 8, 10 അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നു അല്ലെ. ഇനി നമുക്ക് y ആക്സിസിലോട്ട് നോക്കാം. അതും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. 0, 4, 8, 12 4 ഡിഫറൻസിലാണ് അല്ലെ. നമ്മളൊരു ഡിഫറൻസ് വെക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അളവ് ഇതിൽ കൊടുക്കാം. ഇനിയിപ്പോ ചിലർക്ക് അല്ലെ ഇതന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഈ നമ്പേഴ്സ് ഒക്കെ ആ ഗ്രാഫിൽ ഉണ്ടായാൽ മതി, നിങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും സിമ്പിൾ തന്ന പോലെ എഴുതി വെക്കുകയാണ്. അതായത് എല്ലാവർക്കും ഒരു കോമൺ ഡിഫറൻസ് ആണ്. ഇവിടെ 4 ഡിഫറൻസ്, ഇവിടെ 2, എല്ലാവരും ഡിഫറൻസ് സെയിം ആയാൽ മതി കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. 4, 8, 12, 16 നിങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് അങ്ങനെ എഴുതി പോകുന്നു. ഇപ്പൊ സെറ്റാണല്ലോ. ഇനി നമ്മൾ ഈ വിവരം എവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പൊ അവിടെ കൊടുക്കണം. അപ്പോ നമ്മൾ പറയാണ് എക്സ് ആക്സിസിൽ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രല്ല ഒരു കള്ളി അല്ലെ, ഇതാണ് ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു കള്ളി എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. ശരിയല്ലേ, ഇത് 2, ഇത് 2 സെക്കൻഡ്, ഇത് അല്ല അങ്ങനെയല്ലേ പോകുന്നത്. 2, 4, 6 അങ്ങനെയാണെങ്കിൽ ഓരോന്ന് 2, 2, 2 ആണല്ലോ. അപ്പൊ എക്സ് ആക്സിസിലെ ഒരു കള്ളി അല്ലെ, ഒരു കള്ളി എന്നൊക്കെ എഴുതുമ്പോൾ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു കുത്തലില്ല നിങ്ങൾ മനസ്സിലെ. അപ്പൊ നമ്മൾ അത് മാറ്റി എന്ത് കൊടുക്കണം, ഒരു കള്ളിക്ക് പകരം ഒരു കള്ളി അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ദൂരം, ഇത്രയും നീളം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്ന് നോക്കിക്കോ. ഇതെന്താണ്, 1 സെന്റിമീറ്റർ ആയിരിക്കും. അതങ്ങനെ ഒരു കണക്കാണ് കേട്ടോ. അപ്പം 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് എഴുതി കൊടുക്കുക. 1 സെന്റിമീറ്റർ പറഞ്ഞാൽ നമ്മൾ 2 ആയിട്ടാണ് എടുത്തുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആരാണ് എഴുതിച്ചുള്ളത്, ടൈം ആണല്ലോ, അതിന്റെ യൂണിറ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുക, 2 സെക്കൻഡ്. അത്ര. ഇനി ഇതുപോലെ തന്നെ y ആക്സിസിലും ഒരു കള്ളി എന്നൊക്കെ എഴുതുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഒരു കള്ളിക്ക് പകരം 1 സെന്റിമീറ്റർ അല്ലെ, നിങ്ങൾക്ക് വേണേ അളന്ന് നോക്കാം കേട്ടോ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് എത്രയാണെന്നൊക്കെ നമ്മള് 4, 4, 4 അങ്ങനത്തെ ഡിഫറൻസിലാണ് അല്ലെ. അപ്പൊ 4. ഇനി അയാളുടെ യൂണിറ്റ് നമ്മൾ ആരെ കൊടുത്തിട്ടുള്ളത്, പൊസിഷൻ ആണ് അല്ലെ, സ്ഥാനമാണ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, സ്ഥാനാന്തരം, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സിമ്പിൾ അല്ലേ, ഇത്രക്കും സിമ്പിൾ ആണ് ഈ തോന്നേത്. അപ്പൊ നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനി ഗ്രാഫ് വരക്കാൻ പിന്നെ നിങ്ങൾ പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമല്ല അല്ലെ, വളരെ സിമ്പിൾ ആണ്. 0 ആകുമ്പോൾ നോക്കടാ, 0 ആകുമ്പോൾ നോക്ക്, എക്സ് ആക്സിസിൽ 0 ആകുമ്പോൾ, എക്സ് ആക്സിസിൽ 0 ആകുമ്പോൾ നമുക്ക് y ആക്സിസിലും 0 ആണ്. അപ്പൊ 0, 0, 0, 0 അല്ലെ. നിങ്ങൾ എപ്പോഴും സ്റ്റാർ ഇട്ടിട്ട് വേണം ഗ്രാഫ് വരക്കാൻ കേട്ടോ. അപ്പൊ 0, 0 അത് കിട്ടി. നെക്സ്റ്റ് എന്താ പറയുന്നത്, എക്സ് ആക്സിസിൽ 2 ആകുമ്പോൾ അല്ലെ, എക്സ് ആക്സിസിൽ 2 ആകുമ്പോൾ y ആക്സിസിൽ 4 ആണ്. അപ്പൊ എക്സ് ആക്സിസിൽ നമ്മൾ 2 കണ്ടെത്തണം. ഓക്കെ, എക്സ് ആക്സിസിൽ എവിടെയാ 2, എക്സ് ആക്സിസിൽ 2 എവിടെയാ, ഇവിടെ അല്ലെ. മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. എവിടെയാ 4 മീറ്റർ, ഇവിടെ. അപ്പൊ ഇതാണ് ആ സ്റ്റാർ ഉള്ള പോയിന്റ്. കണ്ടോ, അവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് എക്സ് ആക്സിസിൽ 4 ആകുമ്പോൾ y ആക്സിസിൽ 8 ആണ്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ 4 എവിടെയാ, മുകളിലേക്ക് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി 8 ആണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വെറുതെ കേട്ടോ പെൻസിലോണ്ട് എഴുതി നോക്കുക. ആ കുത്തുകുട്ടൊക്കെ നിങ്ങൾ മായ്ക്കണം കേട്ടോ. സ്റ്റാർ മാത്രം അവിടെ മതി. കുത്തുകുത്തിട്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് എക്സ് ആക്സിസിൽ 6 ആകുമ്പോൾ y ആക്സിസിൽ 12 ആണ്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ എവിടെയാ 6, യെസ് ഇതാണ് 6. അപ്പൊ നമ്മളിങ്ങനെ പെൻസിലോണ്ട് വേണം ഈ കുത്തുകുത്തിടാൻ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചെടുത്തു അല്ലെ. അപ്പൊ ഇതാണ് ആ പോയിന്റ്. ഇനി ആ കുത്തുകുത്തൊക്കെ മായ്ക്കുക. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഗ്രാഫ് എന്താ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാനൊക്കെ. അപ്പൊ എന്തൊരു വൃത്തി, മോനെ എന്ത് രസമല്ലേ കാണാനേ. അപ്പൊ അങ്ങനെ നമ്മൾ വൃത്തിക്ക് വരക്കണം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റാറുകളൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അയ്യോ മോനെ എന്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു ഗ്രാഫ് അങ്ങോട്ട് കിട്ടി. ഇതാണ് നമ്മുടെ ഗ്രാഫ്, ഇതാണ് ആ ഷേപ്പ്. എന്താണ് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര. എന്ത് സിമ്പിൾ, ഒന്ന് ആലോചിച്ച് നോക്കണം. അത്ര സിമ്പിളായിട്ട് നമ്മൾ വരച്ചത് ഇതാണ്. അപ്പൊ നമുക്ക് വീണ്ടും എന്ത് കിട്ടി, 2 മാർക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യമാണ്, ഈ ഗ്രാഫിനെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഈ ഗ്രാഫ് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ, അതായത് ഈ ഒരു വസ്തുവിന്റെ ചലനം സമചലനമാണോ അസമചലനമാണോ എന്ന് മനസ്സിലാക്കുക. എന്തത് സംഭവം, അതായത് ഒരേ സ്പീഡിലാണോ ഇത് പോകുന്നത് അതോ ഡിഫറെന്റ് സ്പീഡിലാണോ ഇത് പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ. ഒരേ സ്പീഡിലാണെങ്കിൽ മാത്രമാണ് ഗ്രാഫിന്റെ ഷേപ്പ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുക.
ഡിഫറെന്റ് സ്പീഡുകളിലാണ് ഇത് പോകുന്നതെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആകും കിടക്കുക എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വിവരം ചിലപ്പോൾ ആദ്യമായിട്ടാകും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അത് അവിടെ എഴുതി വെച്ചാൽ ഒരേപോലെ ആവണമെങ്കിൽ, അല്ലെങ്കിൽ സമചലനം, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ വേറെ രീതിയിലും ചോദിക്കും യൂണിഫോം വെലോസിറ്റി എന്ന് ചോദിക്കും കേട്ടോ. അതായത് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം ആവണം എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് വേണം. സ്ട്രെയിറ്റ് ആണെങ്കിൽ അപ്പം ഉറപ്പിച്ചോ, അത് യൂണിഫോം എന്നുള്ള വാക്ക്, സമം എന്നുള്ള വാക്ക് അയാളുടെ കൂടെ ഉണ്ടാകും. സോ ഇതെന്താണ്? സമചലനമാണ്, യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഒരൊറ്റ ചോദ്യം കൂടെ ചെയ്യാൻ പോവാണ്. അത് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, നിങ്ങളാണ്. നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് എനിക്ക് കമന്റ് ആയിട്ട് പറഞ്ഞു തരണം. സോ ഇവിടെ എക്സ് ആക്സിസിൽ എന്ത്, വൈ ആക്സിസിൽ എന്ത് എന്നുള്ളത് തന്നിട്ടുണ്ട്, തോത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗ്രാഫ് വരച്ചിട്ട് അത് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ എന്ന് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, യൂണിഫോം എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആ നോക്കിയാൽ മതി. നോൺ യൂണിഫോം ആണെങ്കിൽ ഇങ്ങനെ വളവും തിരിവൊക്കെ ഉണ്ടാവും. എങ്ങനെ ഗ്രാഫ് വരാന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അത് മാത്രമല്ല, ഒരു കുഞ്ഞു കാര്യം കൂടെ, കുഞ്ഞല്ല ഒരു വലിയ കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്. ഒരുപാട് കുട്ടികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ഇനി ഞങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ലെ. ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ പുറത്ത് നിൽക്കുന്നുണ്ട്. സോ അവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മളുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ചില് നിങ്ങൾക്ക് ഇപ്പോൾ 10% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾ നമ്മളുടെ സൈലം ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. എവിടുന്നാ? പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് സൈലം ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് കിട്ടും. എന്നിട്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിഞ്ച സ്റ്റേറ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നിഞ്ച ക്ലാസ് 9. ഓക്കെ, ഇത് കാണാൻ പറ്റും. അവിടെ നിങ്ങളോട് ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. അപ്പോൾ FTE10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ നമ്മുടെ നിഞ്ച ബാച്ചിലെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സസും മൊഡ്യൂൾ എക്സാംസും യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് സൂപ്പറായിട്ട് ഗംഭീരമായിട്ട് പഠിച്ചു പോവാം. സോ താങ്ക് യു സോ മച്ച്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.